ലോക ഫുട്ബോൾ മാമാങ്കത്തിനായി നിമിഷങ്ങളിനിയുള്ള കാത്തിരിപ്പിലാണ് മലയാളി. തെരുവുകളിലെല്ലാം ഫുട്ബോൾ ആവേശം നിറഞ്ഞു കഴിഞ്ഞു. ഇഷ്ട ടീമുകളുടെ കുടികളാലും താരങ്ങളുടെ കട്ടൗട്ടുകളാലും തെരുവുകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. വിവരങ്ങളുമായി ശരത്തുണ്ട്. ശരത്ത്, കാൽപന്ത് കളിക്ക് അർജന്റീനയും ബ്യൂണസ് അയേഴ്സും റിയോ ഡി ജനീറോയും ബ്രസീലും പോർച്ചുഗലും ഒക്കെ ആണെങ്കിൽ ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. അത് നമ്മുടെ കോഴിക്കോട്ടാണ്, മലപ്പുറത്താണ്, ഫുട്ബോളിന്റെ തലസ്ഥാനമാണ്. ഇന്ന് ആദ്യ മത്സരം കാണാൻ തയ്യാറെടുത്തിരിക്കുകയാണോ? ഇനി 2.25 മണിക്കൂറിൽ താഴെയുള്ളൂ സമയം. അരുൺകുമാർ, കോഴിക്കോടിന്റെ ആവേശം ഒരുപക്ഷെ ഞാൻ പറയുന്നതിനപ്പുറം കണ്ടാൽ അത്ര എളുപ്പം മനസ്സിലാകുമെന്നുള്ളതാണ്. കോഴിക്കോട് ഓരോ ചെറിയ കേന്ദ്രങ്ങളിലും ഓരോ അങ്ങാടികളിലും ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളുടെ കൊടികളേന്തി ആരാധകരൊക്കെ തന്നെ ഈ ആവേശത്തെ അല്ലെങ്കിൽ ഫുട്ബോൾ വേൾഡ് കപ്പിനെ വരവേൽക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരത്തിൽ ബിഗ് സ്ക്രീനുകളൊക്കെ ഒരുക്കി മിനി സ്റ്റേഡിയങ്ങൾ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ കരുതലിലാണ് അല്ലെങ്കിൽ ആവേശത്തിലാണ് ഓരോ ടീമും ഉള്ളത്. പ്രത്യേകിച്ച് അർജന്റീനയുടെയും ബ്രസീലിന്റെയും ഒക്കെ ആരാധകരുണ്ട്. ഇതിൽ ബ്രസീലിന്റെ ആരാധകർ മുണ്ടും അടിമുടി ആരാധകനായിട്ടുള്ള മനുഷ്യനാണ്. എന്താണ് ഇത്തവണത്തെ ബ്രസീൽ 2026 ലോകകപ്പ് നെയ്മറിന്റെ ലാസ്റ്റ് കളിയാണ്. അത് ബ്രസീൽ വേൾഡ് കപ്പ് അടിക്കും, ലോകകപ്പ് അടിക്കും. ബ്രസീൽ അടിക്കുന്ന ആള് പുള്ളി പറയണേ അർജന്റീന എന്താ കഴിഞ്ഞ തവണ മെസ്സിക്ക് കിട്ടി, ഇത്തവണ മെസ്സിനെ കൊണ്ടുപോകും. ഉറപ്പായിട്ടും ബ്രസീൽ കപ്പ് അടിക്കും. കുറച്ച് വേൾഡ് കപ്പായി ഞങ്ങളൊരു കപ്പിന് വേണ്ടി വല്ലാണ്ട് ദാഹിക്കുന്നുണ്ട്. 2026 മിസ്സാവൂല. ഒരു കാര്യം പറഞ്ഞതാ, 2026 എന്ന ലോകകപ്പ് ഉണ്ടെങ്കിൽ ഈ ലോകകപ്പ് അവസാനിപ്പിക്കുമ്പോൾ നെയ്മറുടെ കീഴിലുള്ള ബ്രസീൽ ചാമ്പ്യന്മാരായിരിക്കും. അർജന്റീനയും ബ്രസീലും വേറെ ബാക്കിയുള്ളവരൊക്കെ ഒരു കുട്ടി പോർച്ചുഗലുകാരനുണ്ട്. എന്താ അവസ്ഥ? ക്രിസ്ത്യാനോ റൊണാൾഡോ ഒറ്റയ്ക്കാണുള്ളൂ. ഇവിടെ കുറെ ആൾക്കാർ ഇതാണ് ഒറ്റയ്ക്ക് മതി. അതുമുണ്ട് ഒരു പോരാട്ടത്തിന്. ഒപ്പം വിവിധ രാജ്യങ്ങളുണ്ട്. സ്പെയിനിലെ എല്ലാ പ്രാവശ്യവും ഇവര് അർജന്റീനയും ബ്രസീലും ഒക്കെ ഭയങ്കര പവർ അവിടെ. നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ തൂക്കും. സ്പെയിനുള്ളതാ കപ്പ്, വേൾഡ് കപ്പ്. ഓരോ രാജ്യത്തിന്റെയും ആരാധകൃത പ്രതീക്ഷ അർപ്പിച്ച് മിനിറ്റുകൾ കാത്തിരിക്കുകയാണ്. കോഴിക്കോടിന്റെ ആവേശം ഇങ്ങനെ ഓരോ തെരുവുകളിലും ഓരോ അങ്ങാടികളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കോഴിക്കോട് ഒരുങ്ങിക്കഴിഞ്ഞു. ബിഗ് സ്ക്രീൻ ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് കയറാൻ അവിടെ മറ്റ് കലാപരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് കയറിയാൽ അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല. ജൂലൈ 19 ഒരു ആവേശം ഉണ്ടാവുകയും ചെയ്യും. താങ്ക് യു ശരത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകം ഒരു കാൽപന്ത് കളിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ലോകം ഒരു കാൽപന്തായി മാറുകയാണ്.